നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത് മിക്കപ്പോഴും ട്രെയിനിലായിരിക്കും കേട്ടോ. ബസ്സിൽ അങ്ങനെ ഞാൻ വരാറില്ല. ട്രെയിനാണ് എനിക്ക് കുറച്ച് കംഫർട്ട് കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് മിക്കപ്പോഴും കിട്ടാറുള്ളൊരു സാധനമാണ് പൊതിച്ചോറ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ കഴിക്കാനായിട്ട്. ഇന്ന് കുഞ്ഞമ്മയുടെ വകയാണ്. നല്ല മീൻകറി ഉണ്ട്, തോരനുണ്ട്, ഉടച്ചുകറിയിൽ പയറും പീണിക്കൊക്കെ ഇട്ട് അതുണ്ട്, അച്ചാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എല്ലാം കൂടി വാഴയിലയിൽ പൊതിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തവണ പൊതിച്ചോറ് എടുത്തത് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായി ഞാൻ ചോറ് കഴിച്ചിട്ട് ഡയറ്റിലായതുകൊണ്ട് ഞാൻ ചോറ് അങ്ങനെ ഒഴിവാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കുഴച്ചിട്ട് ആദ്യത്തെ വായെടുത്ത് വായിൽ വെച്ചതും എൻ്റെ സ്വർഗം കണ്ടു എന്നൊക്കെ പറയില്ല, ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല മണവും ഉണ്ട് കേട്ടോ. പൊതിച്ചോറ് ഒന്ന് തുറക്കുമ്പോഴത്തേനുള്ളൊരു മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത മണമല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. മുള്ളും ഇച്ചിരി അച്ചാറും മാത്രം ബാക്കിയായി. എല്ലാം കംപ്ലീറ്റ് വടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാൻ ഇട്ട് നോക്കിയപ്പോൾ ഫാൻ കറങ്ങുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അതൊന്ന് കറങ്ങി കിട്ടിയപ്പോൾ ഞാൻ നേരെ കയറി കിടന്നിട്ടുണ്ട്. സൈഡ് ലോവറാണ് എടുത്തത്. ഞാൻ മിക്കപ്പോഴും സൈഡ് ലോവറാണ് എടുക്കണേ. അപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.